അല്ല, നിങ്ങൾക്കതിന് മനസ്സില്ലാതെ നിങ്ങളുടെ മതഭക്തിയിലും പാരമ്പര്യത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ കണ്ണുനീരോടെ കാര്യം പറയുന്നത്. ഇന്നേക്ക് 1000 വർഷം തികയുന്നത് ലോകം അവസാനിക്കും. ഇന്ന് 2026, ഇന്ന് ജനുവരി മാസം എത്രയാണ്? 29 തോന്നുന്നു. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന 3026 ഇതേ ജനുവരി 29 ലോകം അവസാനിക്കും. അന്ന് എന്റെ പ്രസംഗം കേട്ട് നിങ്ങളൊന്ന് മനം തിരിയാതെ മരിച്ചാൽ കല്ലറുകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. യേശുക്രിസ്തുവിന് മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ അവിടെ തെളിവായിട്ട് നിൽക്കും. പ്രിയപ്പെട്ടെ, എന്റെ വായിൽ നിന്ന് കേട്ട ഈ വചനം വെച്ച് ദൈവം നിങ്ങളെ ന്യായീകരിക്കുന്ന ആളിൽ അവൻ നിങ്ങളെ പാപിയായിട്ട് മരിച്ചത് കൊണ്ട് നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാല് പുരോഹിതന്മാരുടെ ധൂപപ്രാർത്ഥനയോ പിണ്ടാടിയത്തെടുത്തോ മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങൾക്കൊന്നും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അയ്യോ, അവൻ എന്നേക്കും ദഹിപ്പിക്കുന്ന ദഹനാഗ്നിയിലേക്ക്, ആ ദണ്ഡനാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളിക്കളയും, നരകവിധിയിലേക്ക് തള്ളിക്കളയും. പിന്നെ സ്വർഗവും നരകവും രണ്ടവസ്ഥയുള്ളൂ, രണ്ടും നിത്യതയാണ്. ഒന്ന് നാശത്തിൽ നാശത്തിലേക്ക്, ഒന്ന് ഉയരത്തിലേക്ക് പോകുന്ന സമാധാനത്തിൽ നദി. നിങ്ങൾക്ക് എവിടെ പോകണം? അപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകണം? പുരോഹിതന്മാരെ, നിങ്ങൾ സേവിക്കുന്ന ജനം എവിടെ പോകണം? നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുവിന്. ഈ വചനത്താൽ ഈ ദേശത്തെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.